ഇന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ നരനായാട്ട് അല്ലെങ്കിൽ ക്രൂരത തന്നെയാണ് ഈ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെയൊക്കെ തന്നെ അരങ്ങേറിയത്. അതിൽ തന്നെ SFI പ്രവർത്തകർ ഏകദേശം 40-ലധികം പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും 20ഓളം പേർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്ന സാഹചര്യമാണ്. നിരവധി പേരുടെ കൈയൊടിയുന്ന ഒരവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാവുന്നതുപോലെ ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലൊരു ക്രൂരത തന്നെയാണ് ഈ പ്രവർത്തകർക്കെതിരെയൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. SFI പ്രവർത്തകരുടെ പന്തലിൽ അവർ ഈ ജന്തർ മന്ദറിൽ സ്ഥാപിച്ചിരുന്ന പന്തലിൽ ആദ്യം ടിയർ ഗ്യാസ് എറിയുന്നു. അതിനുശേഷമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ആ പന്തൽ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്ക് കാണാം SFI പ്രവർത്തകരൊക്കെ വലിയ പരിക്കേറ്റ് ഇവിടെ കിടക്കുന്നത്. ഈ പോലീസിന്റെ ഈ ക്രൂരതയിലാണ് ഈ പാൻ്റടക്കം കീറുന്നതും വലിയ പരിക്കേൽക്കുന്ന സാഹചര്യമുള്ളത്. കൈയടിച്ച് പൊട്ടിക്കുന്നു. അത്തരത്തിൽ പ്രവർത്തകരെ വലിയ തോതിൽ ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും കഴിഞ്ഞ 3 ദിവസങ്ങളിലായി സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് പ്രത്യേകിച്ച് സോനം വാങ്ചുക്കിനെ ഒരു നിർബന്ധിതമായി കസ്റ്റഡിയിലെടുത്തതിനെതിരെയൊക്കെ തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ള ആദർശം സജിയും അതോടൊപ്പം തന്നെ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷും നിരാഹാര സമരം നടത്തുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പരിക്കേറ്റവരെയൊക്കെ തന്നെ അല്പം മുന്നെയാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി, മറ്റ് മുതിർന്ന നേതാക്കൾ ബൃന്ദാക്കാരാട്ട്, അതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വിജുകൃഷി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ഇവരെ സന്ദർശിച്ചിരുന്നു. MDMK നേതാവായിട്ടുള്ള വൈക്കോയും ഇവരെ സന്ദർശിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിരാഹാര സമരം ആദർശം സജി ഉൾപ്പെടെയുള്ളവർ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു ക്രൂരകൃത്യം അല്ലെങ്കിൽ ഒരു നരനായാട്ടെന്ന് തന്നെ പറയാവുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഈ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഒരു നരനയാട്ടാണ് ഇന്ന് RSS നിയന്ത്രിക്കുന്ന, അമിത്ഷാ നിയന്ത്രിക്കുന്ന ഡൽഹിയിലെ പോലീസ് ജന്തർ മന്ദറിൽ നടപ്പിലാക്കിയത്. സമാധാനപരമായ രീതിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ നിരാഹാര സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ടിയർ ഗ്യാസും അതോടൊപ്പം തന്നെ ലാത്തി ചാർജും ഇരച്ചിരമ്പി എത്തി ഡൽഹി പോലീസ് നടപ്പിലാക്കിയതാണ്. ഈ സമരങ്ങൾ ഈ നിലയിൽ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ 1 ഇഞ്ച് പിന്നോട്ട് പോകാൻ രാജ്യത്തെ വിദ്യാർത്ഥികൾ ഈ സമരവുമായി രംഗത്ത് വന്നവർ തയ്യാറല്ല എന്നാണ് ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത്. 1 ഇഞ്ച് പോലും ഈ സമരത്തിന് പിന്നോട്ട് പോകില്ല. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിച്ച വിഷയമാണ്. 22 വിദ്യാർത്ഥികളെയാണ് മരണത്തിലേക്ക് ധർമ്മേന്ദ്ര പ്രധാനും നരേന്ദ്രമോദിയും തള്ളി നീക്കിയത്. ആ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ നാളത്തെ വിദ്യാർത്ഥികളെ പഠിതാക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ശക്തമായി തന്നെ രാജ്യവ്യാപകമായി തന്നെ തുടരും. ഇന്നിപ്പം പോലീസ് ജന്തർ മന്ദറിൽ അതിക്രമം നടത്തിയപ്പോൾ അവിടുത്തെ സമരപ്പന്തൽ വിളിച്ചപ്പോൾ SFIയുടെ സമരപ്പന്തലിലേക്ക് ആദ്യം ടിയർ ഗ്യാസ് എറിയുന്നു. നിങ്ങൾ അവിടെ നിരാഹാര സമരം കിടക്കുമ്പോഴാണ് സമരപ്പന്തലിലേക്ക് ടിയർ ഗ്യാസ് പെട്ടെന്ന് എറിയുന്നത്. അതിനുശേഷം ആ സമരപ്പന്തൽ അടിച്ചു പൊളിക്കുന്നു. എന്തായാലും ഇപ്പോൾ SFI നേതൃത്വം നിരാഹാര സമരം ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള പോരാട്ടം എങ്ങനെയായിരിക്കും? SFIയുടെ നിരാഹാര പന്തൽ അതായത് ക്രാന്തി കോർണറിലേക്ക് ബോധപൂർവം ഗ്രനേഡ് എറിഞ്ഞു കണ്ണീർവാതക സംവിധാനം പ്രയോഗിക്കുന്ന ഉണ്ടായത്. അവിടെ ഇരുന്ന വിദ്യാർത്ഥികളെ മാരകമായി മർദ്ദിക്കുന്നു. ഏകദേശം 40-ലധികം വരുന്ന SFI പ്രവർത്തകരാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ളത്. നിരവധി പേരുടെ കൈക്ക് പരിക്കേറ്റു, കാലൊടിഞ്ഞു. ആ നിലയിൽ ബ്രൂട്ടലായി ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടന്നത്. പക്ഷെ 1 ഇഞ്ച് പിന്നോട്ട് പോകാൻ ഞങ്ങളില്ല. വരും ദിവസങ്ങളിൽ രാജ്യവ്യാപകമായിട്ടുള്ള സമരത്തിന് ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഈ തെറ്റിനെതിരായി രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം രാജ്യവ്യാപകമായി സംഘടിപ്പിക്കും. 22 വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടത്. ആ വിദ്യാർത്ഥികൾ മരണപ്പെട്ട എല്ലാ ഗ്രാമങ്ങളിലും ആ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേക വലിയ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സമരവും ഉണ്ടാകുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.